ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. സിമ്പിൾ ഫിഷ് ഫ്രൈ തന്നെയാണ്. കുറച്ചുകൂടെ ടേസ്റ്റിയായ രീതിയിൽ ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എല്ലാവരും ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ചിലവർക്ക്, എനിക്കൊക്കെ പണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള എല്ലാ മസാലയുണ്ടല്ലോ അത് മുഴുവൻ എണ്ണയിലേക്ക് അങ്ങ് സ്പ്രെഡായി പോകും. എന്നിട്ട് കരിയാൻ തുടങ്ങും. എന്നിട്ട് ഫിഷ് ശരിക്കും ഒരിഞ്ഞിട്ട് കിട്ടൂലായിരുന്നു. അതിനുള്ളൊരു ടിപ്പ് എന്താണെന്നുള്ളതും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ ഉളുമ്പുമാണോ വൃത്തികെട്ട ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനലിൽ ഇപ്പം 40 വീഡിയോ ആയിട്ടുണ്ട്. ഇത്രയും വീഡിയോസ് ഞാൻ ഇട്ടപ്പം കണ്ട് സഹായിച്ച സപ്പോർട്ട് ചെയ്ത എന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്, ചൈനീസ് ഇഞ്ചിയോ അല്ലെങ്കിൽ ഇവിടെ ഗൾഫിൽ കിട്ടുന്നതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ജിഞ്ചർ തന്നെയാണ്. അത് ഞാനൊരു എല്ലാം ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് നീളത്തിലൊക്കെ ഉണ്ടാവും. 1/2 കിലോയ്ക്കാണ് പറയണത്. 1/2 കിലോ ഫിഷിൻ്റെ കാര്യമാണ് പറയണത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്, വലുതായതുകൊണ്ട്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കുക. 1/2 kg ഫിഷിന് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാം പെരിഞ്ജീരകം വേണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളകൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യണേ, നാടൻ മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുറച്ച് ഉപ്പ് നിങ്ങളുടെ പാകത്തിന് നോക്കണം. ആദ്യം ഇതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ നിൽക്കുന്ന തരത്തിൽ ഇടണം, എന്നാലേ മീനിലേക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. പിന്നെ വേണ്ടത് ഒരു 1/2 ലെമണാണ്. ഇത് നമുക്കതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ജ്യൂസ് ഇല്ലാത്ത ലെമണാണെങ്കിൽ 1/2 മതിയാവില്ല, അത് നോക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരല്പം കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലോർ. ഒരു 2-3 കറിവേപ്പിൻ്റെ ഇല. ഇതെല്ലാം കൂടി നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. നമ്മുടെ മസാല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കറക്റ്റ് അളവേ ഉള്ളെങ്കിൽ പോരാ, കുറച്ച് കൂടുതൽ ചേർക്കണം. എനിക്ക് മസാലയ്ക്ക് ഉപ്പ് കറക്റ്റാണെന്ന് തോന്നി, കുറച്ചുകൂടെ വേണം. ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഫിഷിലേക്ക് ഈ മസാല തേച്ച് കൊടുക്കുക. മസാല തേക്കാൻ നേരത്തെ നിങ്ങൾ ഫുൾ ഫിഷാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം. ആ വരയുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ തേച്ച് കൊടുക്കണം. അതുപോലെ ഈ ഭാഗത്തൊക്കെ ശരിക്കും തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഈ കോൺഫ്ലോറിന് പകരം കുറച്ച് അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. കാരണം വറക്കുന്ന സമയത്ത് ഈ മസാല എണ്ണയിൽ മിക്സായിട്ട് മീനിൽ നിന്ന് വിട്ട് പോകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ക്രിസ്പായി കിട്ടുകയും ചെയ്യും മീൻ. ഇനി നമുക്ക് ഈ ഫിഷ് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുത്ത് വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇത് വറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ഫിഷ് എങ്ങനെ വറക്കാമെന്ന് നോക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് കുഴിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ, റെസ്റ്റോറൻറ്റിലൊക്കെ അവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
കടായി പോലത്തെ പാത്രം വെച്ചിട്ട് അതിൽ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൂരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പൊള്ളിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിവിടെ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. പിന്നെ നമ്മൾ മീൻ നന്നാക്കി കഴിഞ്ഞാൽ വാഷ് ബേസിനും കൈ ഒക്കെ ഒരു വൃത്തികെട്ട മണം ഉണ്ടാവില്ലേ, അത് കളയാനായിട്ട് നമ്മൾ ഈ പിഴിയുന്ന നാരങ്ങയുടെ തൊണ്ടുണ്ടാവില്ലേ, അത് വെച്ച് നന്നായിട്ടൊന്ന് അത് സോപ്പിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ആ നാരങ്ങ വെച്ച് നന്നായിട്ടൊന്ന് അരച്ച് കഴുകി വിടുക. പിന്നെ ആ സ്മെല്ല് വീട്ടിലുണ്ടാവില്ല. രണ്ടാമത്തെ ദിവസം നമ്മുടെ കയ്യിലും അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ നാരങ്ങയോ എടുത്ത് കൈ നന്നായിട്ട് തിരുമ്പി ഒന്ന് കഴുകി കൊടുത്താൽ നമ്മുടെ കൈ വൃത്തിയായിരിക്കും, സ്മെല്ലൊന്നും വരില്ല. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഫിഷൊക്കെ വറുക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ ആരും വന്നിട്ട് പറഞ്ഞിട്ടില്ല വീട്ടിൽ നല്ല സ്മെല്ലാണ്. ചെയ്തു നോക്കൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫിഷിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 പീസ് മാത്രമേ വറക്കുന്നുള്ളൂ, ബാക്കി എടുത്തു വയ്ക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത്ര ഇടാം. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഇട്ട് കൊടുക്കണം. ഞാൻ ഇത്ര എണ്ണ ഒഴിക്കാറുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഈ എണ്ണയിലേക്ക് 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് മീനിന് നല്ലൊരു മണം, ഫ്ലേവർ കിട്ടാനായിട്ട് നല്ല ഉപകാരമായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് മണവും നമുക്ക് ഇതിൽ കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ഫിഷ് കണ്ടോ, ഒരു ഭാഗം ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞു തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒരെണ്ണം തിരിച്ചിട്ട് കൊടുത്ത് നോക്കിയതാണ്. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വറക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മേത്തേക്ക് തെറിക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഈ എണ്ണയിലേക്ക് കണ്ടോ ഒട്ടും മസാല സ്പ്രെഡ് ആയിട്ടില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലോർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാല ഒരിക്കലും എണ്ണയിലേക്ക് പിടിക്കില്ല, പകരം നമ്മുടെ മീനിൽ തന്നെ പിടിച്ച് നിന്നോളൂ. ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, മീൻ വറുത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ മൊത്തം മസാലയായിരിക്കും. ഇവിടെ പിന്നെ ആ ഒരു ഗുണമുണ്ട്. കാരണം ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന കാരണം, അരിപ്പൊടി ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് കോൺഫ്ലോറാണ് ബെസ്റ്റ് തോന്നുന്നത്. പക്ഷെ എന്നാലും ചെയ്തു കൊടുക്കുന്നത് കാരണം ഇന്ന് വരെ ആ മസാല എണ്ണയിലേക്ക് സ്പ്രെഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. വേറൊരു കാര്യം കൂടെ, നിങ്ങളുടെ വീട്ടിൽ ഷാലറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി ഇല്ലേ, അതുണ്ടെങ്കിൽ അത് 1-2 കൂടെ നമ്മൾ ഈ മീൻ വറുക്കാനായിട്ട് അരയ്ക്കുന്നതിൽ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. കാരണം എനിക്കിവിടെ സ്റ്റോക്കില്ലായിരുന്നു, തീർന്നു പോയിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത്. ബാക്കി ഞാനും അത് ഇടാറുണ്ട്. സവാള അത്ര നന്നായിരിക്കില്ല, ചെറിയ ഉള്ളി അതായിരിക്കും ബെസ്റ്റ്. നമ്മളിങ്ങനെ മൊരിയാത്ത ഭാഗം തിരിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുക. നമ്മുടെ എല്ലാ ഫിഷും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. വേണ്ടോ, എല്ലാ സൈഡും തിരിച്ചിട്ട് നമ്മളിതുപോലെ മൊരിച്ചെടുക്കുക. നമുക്കിനി ഇത് കോരി മാറ്റാം. ഫോർക്ക് കൊണ്ടൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.